RBI ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന RBI ഗ്രേഡ് ബി ഓഫീസർ സ്കെയിലിലേക്ക് വിളിച്ചു കഴിഞ്ഞു. അടുത്തത് ഏതായിരിക്കും? നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതാണ്? RBI അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോ അധികം വൈകാതെ തന്നെ RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ്, ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ RBI അസിസ്റ്റന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, അതിലെ ഏജ്, അതേപോലെ എന്താണ് ക്വാളിഫിക്കേഷൻ, എക്സാം പാറ്റേൺ, ജോബ് റോള് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയില് നോക്കാം. ഓക്കെ, സോ RBI അസിസ്റ്റന്റ് എന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടുള്ള കാര്യമാണ്. RBI അസിസ്റ്റന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ്, അതേപോലെ റിക്രൂട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി? നമ്മൾ സാധാരണ ഒരു ബാങ്ക് പോലെയുള്ളതല്ല എന്ത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു എക്സാമ്പിൾ SBI എടുക്കാം. SBI ഇപ്പൊ നമ്മളുടെ വീടിനടുത്ത് ബ്രാഞ്ചുകൾ ഉണ്ടാവും, റൂറൽ ഏരിയസിൽ ഉണ്ടാവും, അതേപോലെ സെമി അർബൻ ഏരിയാസിൽ ഉണ്ടാവും, അർബൻ ഏരിയാസിൽ ഉണ്ടാവും, മെട്രോപൊളിറ്റൻ സിറ്റീസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. റിസർവ് ബാങ്ക് അങ്ങനെയാണോ? അല്ല. കേരളത്തിലാണെങ്കിൽ എറണാകുളത്തും ട്രിവാൻഡ്രത്തുമാണ് നമുക്ക് റിസർവ് ബാങ്കിന് എന്തുള്ളത്, ബ്രാഞ്ചസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലി കൂടിയാണ്. നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് ഇപ്പൊ ഒരു ബാങ്കില്, സാധാരണ ഒരു ബാങ്കില്, നാഷണലൈസ്ഡ് ബാങ്ക് ആയാലും പ്രൈവറ്റ് ബാങ്ക് ആയാലും എല്ലാം എന്താണ്, നമ്മൾ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടാവും. കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യകതയില്ല. നമുക്ക് RBIയിൽ എന്തൊക്കെയാണ് വർക്കുകൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. എല്ലാവരും ആദ്യം തന്നെ RBIയുടെ വർക്ക് എന്താണ്? നോട്ടടിക്കുക എന്നാണ് നമ്മൾ കരുതാം. അതല്ല, ബാങ്കുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് എന്താണ്? റെഗുലേറ്റിംഗ് ബോർഡാണ് എന്ത് വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ജോലികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ക്ലറിക്കൽ ആൻഡ് സപ്പോർട്ട് ഫംഗ്ഷൻസ് ഇൻ RBI ഓഫീസസ് ബ്രാഞ്ചസ്, റെക്കോർഡ് കീപ്പിംഗ്, ഡാറ്റ എൻട്രി, ഫയൽ മെയിൻ്റെനൻസ്, വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ്, അതേപോലെ തന്നെ ഹാൻഡ്ലിംഗ് റെസീപ്റ്റ്, ബാലൻസിങ് അക്കൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സാധാരണ ഒരു ക്ലറിക്കൽ ജോബ്. അസിസ്റ്റിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കറസ്പോണ്ടൻസ്, കറൻസി സർക്കുലേഷൻ ആൻഡ് നോട്ട് മാനേജ്മെന്റ്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മളിപ്പോ പുതിയതായിട്ട് കേട്ട ഒരു ജോലി. ഇപ്പൊ കറൻസി സർക്കുലേഷൻ ആണ്. ഇപ്പൊ എത്ര കറൻസി വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ബാങ്കുകളിലേക്ക്, ബ്രാഞ്ചസിലേക്ക് കറൻസികൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. സപ്പോർട്ടിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കൗണ്ടിംഗ് ഓപ്പറേഷൻസ്, മസ്റ്റ് ക്വാളിഫൈ LPT എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് RBI അസിസ്റ്റന്റ് വിളിക്കുക സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ്. ഇപ്പൊ കേരളത്തിൽ വിളിക്കും, മഹാരാഷ്ട്രയിൽ വിളിക്കും, അങ്ങനെയാണ് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് വിളിക്കുക. മുംബൈയിലാണ് ഹെഡ് ഓഫീസ് വരുന്നതുകൊണ്ട് തന്നെ മുംബൈയിലാണ് കൂടുതൽ വേക്കൻസീസ് വരിക. അപ്പൊ നമുക്ക് എന്തറിയണം? ലോക്കൽ ലാംഗ്വേജ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മലയാളം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, ലോക്കൽ ലാംഗ്വേജ് അറിയണം. അപ്പൊ നമുക്ക് എന്തായാലും LPT ഉണ്ടാവും. അപ്പൊ സാധാരണ ഒരു ക്ലറിക്കൽ ജോബാണ് RBI അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഡീൽ ചെയ്യുന്ന റിസർവ് ബാങ്കിലാണ് നമുക്ക് ജോലി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇപ്പൊ നമുക്ക് സാധാരണ ഇവിടെ ജനറൽ ആൾക്കാർക്ക് വരുന്നത് 20 to 28 ഇയേഴ്സ് ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നമുക്ക് എന്താണ്? 50% മാർക്ക്, അതായത് ജനറൽക്കാർക്ക് 50% മാർക്ക് എന്തായാലും വേണം. SC ST PWD കാൻഡിഡേറ്റ്സിന് മാത്രമാണ് പാസ്സായാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റീജിയണൽ ലാംഗ്വേജ് എന്തായാലും അറിയണം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എലിജിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സ്കീം ഓഫ് സെലക്ഷനിൽ വരുന്ന എന്തൊക്കെയാണ്? ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻ എക്സാം ഉണ്ടായിരിക്കും, അതിനുശേഷം LPT ഉണ്ടായിരിക്കും. 3 സ്റ്റേജ് ആണ് അവിടെയും വരുന്നത്. നമുക്ക് പ്രിലിംസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കാണ്. ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി. നമുക്ക് സാധാരണ ബാങ്ക് എക്സാംസിന് വരുന്ന അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. 20 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇൻഡിവിജ്വൽ ടൈമിംഗ് വരുന്നത്. ടോട്ടൽ എത്ര മാർക്കാണ്? നമുക്ക് 100 മാർക്ക് 60 മിനിറ്റ് ആണ്. 0.25 ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഇത് ക്വാളിഫൈ ആയതിനു ശേഷം നമുക്ക് എന്തിലേക്ക് പോവാം? മെയിൻസിലേക്ക് പോവാം. മെയിൻസിൽ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 135 മിനിറ്റ്സ് ആണ്. എല്ലാം ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കമ്പ്യൂട്ടർ നോളേജ്, ജനറൽ അവയർനെസ്. 40 ക്വസ്റ്റ്യൻസ് വെച്ച് 40 മാർക്ക് വെച്ച് തന്നെയാണ്. അതില് കമ്പ്യൂട്ടറിന് മാത്രം 20 മിനിറ്റ്, അതേപോലെ ജനറൽ അവയർനെസ്സിന് 25 മിനിറ്റ്, ബാക്കിയെല്ലാം 30 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ ടൈമിങ്ങും നമുക്കുണ്ട്. ഓക്കെ, സെക്ഷണൽ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ എങ്ങനെയാണോ നിങ്ങളൊരു ബാങ്ക് എക്സാം എഴുതുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഇനി LPT ഉണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ബി പ്രൊഫിഷ്യന്റ് ഇൻ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് അപ്ലൈഡ് ഫോർ. ടെസ്റ്റ് ഇൻക്ലൂഡ് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാവും. എന്തായാലും ഇത് പാസ്സായാലാണ് നമുക്ക് എന്ത് കിട്ടാം?
ഫൈനൽ സെലക്ഷൻ കിട്ടുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് എന്തായാലും അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ഇവിടെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഈ കട്ട് ഓഫ് കൂടുതൽ വരുന്ന എന്തുകൊണ്ടാ? എക്സാം വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ ക്ലറിക്കൽ എക്സാം എഴുതുന്നതിനേക്കാൾ സിമ്പിൾ ആയിരിക്കും. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതൽ വരും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വേക്കൻസി അതനുസരിച്ച് എന്തായിരിക്കും. നമുക്കിവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 2 ബ്രാഞ്ചുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് സാധാരണ SBI വിളിക്കുന്ന പോലെയോ IBPS ക്ലർക്ക് വിളിക്കുന്ന പോലെയൊന്നും അത്രയ്ക്കധികം വേക്കൻസി ഉണ്ടാവില്ല, കാരണം ബ്രാഞ്ചുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് എന്ത് ചെയ്യുന്നത്, കൂടി നിൽക്കുന്നത്. പക്ഷെ എക്സാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്നതാണ് സാലറി. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഓഫീസ് ജോലിയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ബാങ്ക് ജോലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ബാങ്ക് ജോലി തന്നെയാണെങ്കിൽ കൂടി നമുക്കൊരു ഓഫീസ് സ്റ്റാഫ്, നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കസ്റ്റമേഴ്സിന് അക്കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓഫീസ് ജോലി ആയിട്ട് തന്നെ ചെയ്തു പോവാം. ഇൻഹാൻസ് സാലറി ഏകദേശം 40,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കയ്യിൽ കിട്ടും. കൂടാതെ ഒരുപാട് അലവൻസുകൾ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ ലഭിക്കുന്ന. റിസർവ് ബാങ്ക് ആവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അലവൻസ്, ഈ ഹൗസ് റെന്റ് അലവൻസ്, അതേപോലെ ഹൗസ് ലോൺ, വെഹിക്കിൾ ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, അതേപോലെ ബ്രീഫ് കേസ് അലവൻസ്, മെഡിക്കൽ എക്സ്പെൻസുകൾ, ഇൻഷുറൻസ്, ലോൺസ് അറ്റ് ലെസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ കുറഞ്ഞ പലിശയിൽ നമുക്ക് വെഹിക്കിൾ ലോണും ഹൗസിംഗ് ലോണും എല്ലാം കിട്ടും. സാധാരണ ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന കാര്യങ്ങൾ എന്തിനൊക്കെയാണ്? വീട് വെക്കുക, കാറ് വാങ്ങുക, ഹോസ്പിറ്റൽ എക്സ്പെൻസ്. ഇത് ഫുള്ള് ബാങ്കാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ലോൺ കിട്ടും വളരെ ചെറിയ പലിശയ്ക്ക്. ഇപ്പൊ സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണ്, EMI 40,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10,000-28,000 രൂപ അടച്ചാൽ മതി. അവിടെ തന്നെ നിങ്ങൾക്ക് കുറവ് വരും ഇൻട്രസ്റ്റിൽ. പറഞ്ഞ മനസ്സിലായോ? വേറെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ പല ബാങ്കുകളും പോയി കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വെഹിക്കിൾ ലോൺ ആയാലും അതേപോലെ തന്നെ. അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, ഇപ്പൊ നിങ്ങളുടെ സ്പൗസിന്, അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ, പാരന്റ്സിന് എല്ലാവർക്കും എന്തുണ്ടാവും, മെഡിക്കൽ ഇൻഷുറൻസിൽ കവറേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാലും നമുക്ക് എന്ത് കിട്ടും, അലവൻസ് കാര്യം കിട്ടും. ഇനി നിങ്ങളിത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ, ഇപ്പൊ നമ്മൾ എറണാകുളം ആണെങ്കിൽ തിരുവനന്തപുരം, രണ്ടും സിറ്റികളിലാണ്. അപ്പൊ അവിടെ താമസിക്കാൻ എന്തായാലും റൂറൽ ഏരിയനേക്കാൾ കൂടുതൽ റെന്റ് വരും. ഹൗസ് റെന്റ് ആര് കൊടുത്തോളും? ബാങ്ക് കൊടുത്തോളും. അപ്പൊ അതിനും നിങ്ങൾക്ക് എന്തില്ല, ഒരു ബേർഡൻ ഇല്ല. അപ്പൊ കിട്ടുന്ന സാലറി നമുക്ക് എന്താണ്, സേവ് ചെയ്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. റെന്റ് കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മളുടെ എന്ത് നഷ്ടപ്പെടുന്നില്ല, സാലറിന്ന് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ നമുക്ക് കരിയർ ഗ്രോത്ത്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, RBI അസിസ്റ്റന്റ് ആയിട്ട് കയറിയാൽ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമോ എന്നുള്ള കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക്, പക്ഷേ സാധാരണ ഒരു ബാങ്കിലെ ക്ലർക്ക് അല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റന്റ് ആണ്. RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വെയിറ്റ് കൂടുതൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് RBI അസിസ്റ്റന്റ്. റെഗുലർ സാലറി ഇൻക്രിമെന്റ്സ്, ഇപ്പൊ നമ്മൾ ചുമ്മാ പ്രൊമോഷൻ എടുക്കാണ്ടിരുന്നാലും നമുക്ക് സാലറി ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് നിങ്ങൾക്ക് പ്രൊമോഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസർ പോസ്റ്റുകളിലേക്കും തുടർന്ന് ഏറ്റവും ഉയർന്ന പോസ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ടു മൂവ് ഫ്രം അസിസ്റ്റന്റ് ടു ഓഫീസർ ലെവൽസ് ഞാൻ പറഞ്ഞു. സ്റ്റേബിൾ ആൻഡ് സെക്യൂർ കരിയർ വിത്ത് RBI പ്രസ്റ്റീജ്. RBI assistant employees usually have 5-day work week with holidays, providing them with a balanced work-life schedule. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, വർക്ക് ലൈഫ് ഷെഡ്യൂൾ നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് ഒത്തുപോകുന്നതാണ്. 5 ദിവസമേ നിങ്ങൾക്ക് വർക്കിംഗ് ഉള്ളൂ. സാറ്റർഡേയും സൺഡേയും ഹോളിഡേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. ഒറ്റ സാറ്റർഡേയും സൺഡേ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ ഹോളിഡേയ്സും, അതായത് ബാങ്ക് ഹോളിഡേയ്സ്, അതേപോലെ ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള ഹോളിഡേയ്സ്, അങ്ങനെ എല്ലാ ഹോളിഡേയ്സും നമുക്ക് എന്ത് കിട്ടും, ലഭിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഓൾറെഡി സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്, അതോടെ ബാങ്ക് ഹോളിഡേയ്സും നമുക്ക് എന്തുണ്ട്, ലഭിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ക്യാഷ് ലീവ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സാധാരണ ഒരു ജോലിയുടെ പോലെ തന്നെ, ബാങ്ക് ജോലിയുടെ പോലെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ജസ്റ്റ് വൺസ് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ 1 ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് സ്കെയിൽ 2 മാനേജർ ഗ്രേഡ് B പോസ്റ്റിലേക്ക് പോവാം. പിന്നെ സീനിയർ മാനേജർ ഗ്രേഡ് C, ചീഫ് മാനേജർ ഗ്രേഡ് B. അതിനും ഉയർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെയാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതാൻ വില്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഏറ്റവും ഉയർന്ന പോസ്റ്റ് വരെ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ RBI അസിസ്റ്റന്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും എന്ത് ചെയ്യും, സാധിക്കും.
അപ്പൊ ഇത്ര കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്ര അലവൻസുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 5 ദിവസം ആഴ്ചയിൽ വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എന്നാണ് നോട്ടിഫിക്കേഷൻ വരിക, എന്നാണ് നോട്ടിഫിക്കേഷൻ വരാന്ന്. നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ വരും, അതിൽ യാതൊരു സംശയവും ഇല്ല. നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് ഒരുപാട് നമുക്ക് എന്താണ് സമയം കുറവായിരിക്കും. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളോട് പറയും, സാർ ഞങ്ങൾക്ക് കുറച്ച് കാലം മുന്നേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, എന്തായാലും നോട്ടിഫിക്കേഷൻ വിളിക്കും, നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ എൻട്രിയിൽ RBI അസിസ്റ്റന്റ് 2025 ഗോൾഡ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇനി ഡിഗ്രി നിങ്ങൾക്ക് 20 തൊട്ട് 28 വയസ്സ് വരെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ്, അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ത്രൂ ഔട്ട് ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മോക്ക് എക്സാംസ്, PYQ ഡിസ്കഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഇരിക്കുക, ലൈവ് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. അപ്പൊ ബാച്ചിനെ കുറിച്ച് അറിയാനും ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോംസ് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താണ് എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടുകളായിരിക്കാം, കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ടുകളായിരിക്കാം, അങ്ങനെ പല തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തു. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ് RBI അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ തന്നെ വന്നിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ, നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.